മൂന്നാം സീറ്റ് ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാം. ലീഗിന്റെ ആവശ്യം UDF-ൽ ഉന്നയിച്ചിട്ടുണ്ട്. ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്നും PM.A. സലാം വ്യക്തമാക്കി. അവസാനിച്ചിട്ടില്ല. അവസാനിച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കൂലേ? പിന്നെ വയനാടാണ് ലക്ഷ്യം. അങ്ങനെയൊന്നുമില്ല. 20 സീറ്റിൽ കേരളത്തിൽ എവിടെ മത്സരിച്ചാലും മുസ്ലിം ലീഗിനും UDF-നും ജയിക്കാം. പിന്നെന്താ പ്രശ്നം? അവതരിപ്പിച്ച് കഴിഞ്ഞല്ലോ. ഇനി രീതി നോക്കിയിട്ട് എന്താ കാര്യം? കേന്ദ്രത്തിനെതിരായ സമരത്തിന് ന്യായമായ കാരണമുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് PM.A. സലാം. എന്നാൽ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് യോജിച്ചുള്ള സമരത്തിന് തയ്യാറാകാത്തതെന്നും PM.A. സലാം പറഞ്ഞു. നമുക്ക് സമരം ചെയ്യാം. പക്ഷേ എന്താണ് സംഭവിച്ചത്? കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് എന്ത് കോട്ടം പറ്റി? അതിന് കാരണം എന്താണ്? ഒരു ധവളപത്രം ഇറക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ വിളിച്ച് ഒരു ചർച്ച ചെയ്യാൻ പറഞ്ഞു. അതൊന്നും ഉണ്ടായില്ലല്ലോ. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തില്ല. എന്താണ് അവർക്ക് മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കേന്ദ്രത്തിനെതിരായ സമരത്തിന് ന്യായമായ കാരണങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. ന്യായമല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ സമരത്തിൽ ഇവരുമായി സഹകരിക്കാനുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ട്. ഇവർ പറയുന്നതും പൂർണ്ണമായും ന്യായമല്ല, ഇവരുടെ ചെയ്തികളും ന്യായമല്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. രണ്ടു കൂട്ടരെയും ഞങ്ങൾ എതിർക്കുകയാണ്. അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഏതായാലും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല. കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വിവരങ്ങൾ കോൺഗ്രസ് ഈ കാര്യത്തിൽ അതൊരു പ്രായോഗികമല്ല ഈ ഘട്ടത്തിലെന്ന ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സന്ദേശമാണ് ലീഗിന് നൽകിയതെന്നാണ്. അപ്പോഴും ഇപ്പോൾ ഈ ഘട്ടത്തിലും പ്രതീക്ഷ വെക്കുകയാണോ മുസ്ലിം ലീഗ്? തീർച്ചയായും മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് PM.A. സലാം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന്റെ ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. മൂന്നാം സീറ്റ് എന്ന ആവശ്യം ഇതിനകം തന്നെ UDF-ൽ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ആ സാധ്യത ഒരു ഘട്ടത്തിലും അടഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM.A. സലാം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയത്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മൂന്നാം സീറ്റ് പ്രായോഗികമല്ല എന്ന തരത്തിൽ മുസ്ലിം ലീഗിനെ അക്കാര്യം ധരിപ്പിച്ചു, കോൺഗ്രസ് ധരിപ്പിച്ചു എന്ന തരത്തിലാണ് വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നത്. മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റുകൾ ലഭിക്കാനുള്ള സാധ്യത അടഞ്ഞു എന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ആ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ല. സംസ്ഥാനത്ത് മൂന്ന് സീറ്റുകൾ, അത് മുസ്ലിം ലീഗിന് അർഹതയുണ്ട് എന്ന നേരത്തെ മുസ്ലിം ലീഗിന്റെ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റു PM.A. സലാമിന് മറ്റൊരു പ്രതികരണം ഉണ്ടായത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഡൽഹിയിലെ സമരത്തിലാണ്. അതിൽ കോൺഗ്രസിന്റെ നിലപാട് കടുത്ത വിയോജിപ്പാണ് കോൺഗ്രസ് പ്രകടിപ്പിച്ചതെങ്കിൽ ആ സമീപനമല്ല മുസ്ലിം ലീഗിനുള്ളത് എന്ന് വ്യക്തമാണ് PM.A. സലാമിന്റെ പ്രതികരണത്തിലൂടെ. അതിൽ അതായത് പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തിരുന്നെങ്കിൽ യോജിച്ചുള്ള സമരത്തിന് തയ്യാറാകും, കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിന് ന്യായമായ കാരണമുണ്ട് എന്ന സുപ്രധാനമായിട്ടുള്ള ഒരു പ്രതികരണം കൂടി PM.A. സലാമിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് ലീഗ് പിന്നോട്ടില്ല. ആ ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് PM.A. സലാം അവകാശപ്പെടുന്നത്.